എല്ലാവർക്കും നമസ്കാരം. ധീരവന്റെ ഡേ കെയറിലേക്ക് പോകണം ഞങ്ങള്. വേറെ ഒന്നുമില്ല, ഇന്ന് സ്പെഷ്യല് എന്താണ്? സ്പ്രിംഗ് പാർട്ടി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അത് അതിന് ചെറിയ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട്. പോയിട്ട് ഡ്രസ്സിങ് ഇടണം. അത് ഈ നമ്മള് ഇപ്പൊ സമ്മർ തുടങ്ങുമ്പോ നമുക്ക് ലോങ് വെക്കേഷൻ കിട്ടില്ലേ, അതിന്റെ പാർട്ടിയാണ് സ്പ്രിംഗ് പാർട്ടി എന്ന് പറയുന്നത്. അതല്ലേ, സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിന് മുന്നിട്ടുള്ള പാർട്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് യാത്രയാണ്. തൊട്ടടുത്താണ്, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പോൾ പോയിട്ട് ചെറിയ ക്ലിപ്സുകൾ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കാം. കാരണം അവിടെ എടുക്കാൻ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ അലോഡല്ല, എന്നാലും ശ്രമിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇത് പഴവക്കോട്ടി എന്ന് പറയും. കളിക്കാനായിട്ടുള്ള നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് നല്ല വൈഡായി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വലിയൊരു പഴവക്കോട്ടിയാണ്. പഴവക്കോട്ടി എന്നാണ് ഇവിടെ വിളിക്കുക. കിൻഡർ ഗാർഡൻ പ്ലേ സ്കൂള് ആണ്. അപ്പോൾ നല്ല ഗ്രീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട്. ചെറിയ തണുപ്പുണ്ട്, എന്നാലും സമ്മർ സ്റ്റാർട്ടായി. മഞ്ഞൊക്കെ ഉരുക്കി അല്ലാതെ തീർന്നു. നല്ല ക്ലീനായ റോഡൊക്കെ. അപ്പോൾ പഴവക്കോട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് ഇത് കാണുന്നത്. ഇത് നമ്മൾ പുറമെന്ന് കാണുമ്പോൾ ചെറിയൊരു ബിൽഡിങ്ങാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഭയങ്കര സൗകര്യമാണുള്ളത്. ഞാൻ ചെറിയ വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് മുഴുവനായിട്ട് നമുക്ക് കാണിക്കാൻ പാടില്ല. ഇവരെ സോഷ്യൽ മീഡിയ ഇവർ അംഗീകരിക്കുന്നില്ല ഇവിടെ നമ്മൾ കാണിക്കാൻ, പുറത്ത് വേറെ കുട്ടികളുടെയും അതൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ധീരവ് അവിടെ നിൽക്കുകയാണ്. ധീരവിന് ഞങ്ങൾ ഷർട്ടും പാൻറ്റൊക്കെ കൊണ്ടാണ് വന്നത്. കാരണം ഞങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ശരിക്കും ധാരണയുണ്ടായിരുന്നില്ല, മുന്നേ അറിയണമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു ഷർട്ടും പാൻറ്റും കൊണ്ടുവന്ന് അവനെ ഇടിച്ചു. അവൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഒരേ ഇതൊക്കെ കാണിച്ച ആൾ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഇവിടെ ഭയങ്കര സെറ്റപ്പുകളാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ള. കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ ചുമരുമ്പോൾ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവർ കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതൊക്കെ ഇവരെ പഠിപ്പിക്കും. അപ്പോൾ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കുന്ന കിച്ചൺ ഉണ്ട് അവിടെ. അത് കിച്ചണാണ്, കുട്ടികൾക്ക് കളിക്കുന്ന കിച്ചൺ. അപ്പോൾ ആൾ പറഞ്ഞു തരാണ്, ഇത് ഞാൻ ഇവിടെ കളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു തരാണ് ആൾ. അവിടെ സ്റ്റൗ ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. കംപ്ലീറ്റ് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്കതൊന്നും വൈഡായി കാണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, കാരണം ഇവരെ അലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത് പുറത്ത് നമ്മൾ കാണുന്നത് ഓരോ ബോക്സുകൾ കാണാം. ആ ബോക്സിലും അപ്പോൾ തൊട്ട് കാണിച്ചിരുന്നത് അവൻ്റെ ബോക്സാണ്. അവൻ്റെ ബോക്സിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടുത്തെ പ്ലേ സ്കൂള്. അവിടെ പുറത്ത് ഞാൻ അപ്പോൾ ഇവരുടെ പ്രോഗ്രാം നടക്കാറിനായിട്ട് ഒരു അരമണിക്കൂർ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്തൊരു കാടുണ്ട്, അപ്പോൾ കാട്ടിലേക്ക് നടന്നു ഞങ്ങളെല്ലാവരും കൂടി. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് നടക്കാനും പറ്റും. അതുപോലെ പാറക്കല്ലുകളിലൂടെ ഇറങ്ങി നടക്കാനായിട്ട് നല്ല രസമുണ്ട്. പാറക്കല്ലിൻ്റെ ഇത് ഈ തണുത്ത ക്ലൈമറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോൾ അതിന് പറ്റി പിടിച്ച് കിടക്കുന്ന ആ ഒരു പുല്ലുകൾ, പൂപ്പായി പോലത്തെ, അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറേ വലിയൊരു വൈഡായിട്ട് ഉള്ള സ്ഥലമാണത്. അതിൻ്റെ ഉള്ളിൽ ആണ് ഈ പഴവക്കോട്ടി സ്ഥിതി ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ. പഴവക്കോട്ടി അവിടെ കാണാം. അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവരെ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊക്കെ ഉണ്ട്, ഇവിടെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു മരത്തിൻ്റെ ഇടയിൽ നിന്ന് എടുത്തപ്പോൾ നല്ലൊരു രസം തോന്നി. അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്താണ്. കൂട്ടത്തിൽ നിന്നിട്ടുള്ള മരത്തിൻ്റെ മേലേക്കൊരു വീഡിയോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമുകളൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഐസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഐസ്ക്രീം തന്നു. എല്ലാവർക്കും ഐസ്ക്രീം ഷെയർ ചെയ്തവർ പാസ് ചെയ്ത് തന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള സമയമായി ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുത്തു. ഇവിടേക്കാണ് അവർ നേരെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിൽ ആ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് അവർ കളിക്കുക. മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതൊന്നും എടുക്കാനുള്ള ഇതില്ല, അലൗഡില്ല. അത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ അവരുണ്ടാക്കുന്നത് തന്നെയാണ്. കംപ്ലീറ്റ് ഐറ്റംസുകളൊക്കെ കംപ്ലീറ്റ് അവരുണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ധീരവൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ അപ്പോൾ എൻ്റെ അവരുടെ വീഡിയോ. ഓക്കെ, സി യു, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ.